ഹായ് ഹലോ നമസ്കാരം. പേശിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് LPയുടെ അതായത് 2020 കഴിഞ്ഞിട്ടുള്ള LP പരീക്ഷയുടെ മുൻകാല ചോദ്യങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് 15 ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പല മേഖലകളിൽ നിന്നായിട്ടുള്ള 15 ചോദ്യങ്ങൾ. ഇത് നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ പഠിച്ച് വെച്ചവർ, കാരണം പ്രീവിയസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് LP പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ സിലബസിൽ പറയുന്ന മേഖലകളൊക്കെ എന്താണ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏതൊക്കെ മേഖലകൾ ഇപ്പോൾ ഓൾറെഡി എല്ലാ മേഖലകളും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനിയുള്ള സമയം വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഇപ്പോൾ റിവിഷനാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. സോ ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അത് എപ്പോഴും പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക. ഇവിടെ 15 ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 15 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് 2020 LP പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ വേറൊരു പാർട്ട് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് LPUP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 70-ലധികം മോഡൽ പരീക്ഷകൾ അടങ്ങിയ ഒരു പാക്കേജ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് ഇത്തരത്തിലുള്ള. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ മോഡൽ പരീക്ഷ എഴുതുന്നത് OMR ഷീറ്റിലാണ്. നമ്മൾ PDF അയച്ചു തരും. ഒപ്പം 70-ലധികം മോഡൽ പരീക്ഷകൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഒരു ദിവസം 2 എണ്ണം വെച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ എന്താണ് ഈ 70 എണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും എന്താണ് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 സൈക്കോളജി വെച്ച് 70 എണ്ണത്തിൽ നിങ്ങൾക്ക് സൈക്കോളജി കിട്ടുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ് എല്ലാ മേഖലകളും നിങ്ങൾ എന്തുണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ രീതിയിൽ സിലബസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പാക്കേജ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് 2023-24 വർഷത്തെ കംപ്ലീറ്റ് കറണ്ട് അഫെയർ മന്ത്ലി ഓരോ മാസത്തെ ആയിട്ടുള്ള ഓർഡർ ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. മോക്ക് ടെസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ് ഉണ്ടായിരുന്നത്? ഓക്കെ, അത് മംഗലാപുരം മുതൽ ചെന്നൈ വരെയാണോ, ഡൽഹി മുതൽ അമൃത്സർ വരെയാണോ, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണോ, മുംബൈ മുതൽ താനെ വരെയാണോ, ഏത് വരെയായിരുന്നു ആ തേജസ് എന്ന് പറയുന്ന ആ ട്രെയിനിൻ്റെ റൂട്ട്? ഓക്കെ, ആദ്യത്തെ സ്വകാര്യ തീവണ്ടി. സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. നമ്മൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ് നഗരം ഏതാണ്? വിശാഖപട്ടണമാണോ, കുർണൂലാണോ, അമരാവതിയാണോ, അല്ലെങ്കിൽ ഇവയൊന്നുമല്ല? ഇതിലേതാണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, 2 കിട്ടിയില്ലേ? മൂന്നാമത്തേലേക്ക് പോവാം. 3, ആരുടെ സ്മരണക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ഓക്കെ, ആരുടെ സ്മരണക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളത്? സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, നെഹ്റു. ഇവരുടെ ആരുടെ സ്മരണയ്ക്കായിട്ടാണ്? ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അടുത്തത് 4, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4 ഏതാണ്? അടുത്തത്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, ഇവയൊന്നുമല്ല. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അല്ലേ? കഴിഞ്ഞ പരീക്ഷയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമരം ഏതാണ്? നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്നിട്ടുള്ള സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, മാപ്പിള കലാപം, ചാന്നാർ ലഹള. നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്നിട്ടുള്ള സമരമാണ് ചോദിച്ചിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, മാപ്പിള കലാപം, ചാന്നാർ ലഹള ഏതാണെന്നുള്ളത് എഴുതിക്കോളൂ. അടുത്തത് 7, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതേത്? ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചുവടെ 4 എണ്ണം പറയുന്നുണ്ട്. അതിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മേൽമുണ്ട് കലാപം, SNDP, സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ. സിമ്പിളല്ലേ? എഴുതിക്കോളൂ. അടുത്തത് 8 ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? മീറ്റർ, ഗ്രാം, മില്ലിബാർ, സെൻറ്റിമീറ്റർ. മീറ്റർ, ഗ്രാം, മില്ലിബാർ, സെൻറ്റിമീറ്റർ. അടുത്തത് 9, 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? എന്താണ്? 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? SSA ആണോ, അതല്ലെങ്കിൽ ICDS ആണോ, RMSA ആണോ, RUSA ആണോ, ഏതാണ്? ഓക്കെ, അടുത്തത് 10,
ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി ഏതാണ്? ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി ഏതാണ്? അകക്കാമ്പ്, പുറക്കാമ്പ്, മാൻറ്റിൽ, ഭൂവൽക്കം. അകക്കാമ്പ്, പുറക്കാമ്പ്, മാൻറ്റിൽ, ഭൂവൽക്കം ഏതാണെന്ന് എഴുതിക്കോളൂ. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷയിൽ വന്നതാണ്, ആലോചിക്കണം. ഓക്കെ, നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവുമല്ലാത്ത വസ്തു. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവുമല്ലാത്ത വസ്തു ഏതാണ്? സിലിക്ക, സിൽവർ, മൈക്ക, മെർക്കുറി. സിലിക്ക, സിൽവർ, മൈക്ക, മെർക്കുറി. പോസ് ചെയ്തോളൂ, സമയം വേണ്ട ഒരു പോസ് ചെയ്തിട്ട് എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ലാഫിംഗ് ഗ്യാസ്, പ്രൊസ്യൂജർ ഗ്യാസ്, ബയോഗ്യാസ്, വാട്ടർ ഗ്യാസ്. ഓക്കെ, ലാഫിംഗ് ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ബയോഗ്യാസ്, വാട്ടർ ഗ്യാസ് ഇവയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അടുത്തത് 13. മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം. മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം 6.5, 7, 7.6, 5.6. ഓക്കെ, 6.5, 7, 7.6, 5.6 മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം. അടുത്തത്, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? അമോണിയ, കാൽസ്യം ഫോസ്ഫേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽസ്യം ബൈകാർബണേറ്റ്. ഏതൊക്കെയാണ്? അമോണിയ, കാൽസ്യം ഫോസ്ഫേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽസ്യം ബൈകാർബണേറ്റ്. ഇവയിലേതാണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏതാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏതാണ്? മെർക്കുറി, ഗ്രാഫൈറ്റ്, എംബണൈറ്റ്, സിൽവർ. ഓക്കെ, മെർക്കുറി, ഗ്രാഫൈറ്റ്, എബണൈറ്റ്, സിൽവർ ഇവയിലേതാണ്? ഇപ്പോൾ 15 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇത് മുൻകാല ചോദ്യമാണ്, 2020 പരീക്ഷയിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആ പരീക്ഷ എഴുതിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശമൊക്കെ അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വർക്കൗട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അറിയാം. എന്തായാലും നിങ്ങളുടെ മാർക്ക് എന്താണ് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് നോക്കി പോകാം. ഓക്കെ അല്ലേ? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് ആയിട്ടുള്ള തേജസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടി. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് ഏതാണ്? തേജസ് ആണ്. അത് ഇവിടെ നിന്ന് പഠിച്ചു വെച്ചോളൂ. അത് എവിടെ മുതൽ എവിടെ വരെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എവിടെ മുതൽ എവിടെ വരെയാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ്. ഓപ്ഷൻ സി, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയായിരുന്നു ഏത് തേജസ് എന്താണ് സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. രാജ്യത്തെ തന്നെ ആദ്യത്തെ സ്വകാര്യ അല്ലെ പ്രൈവറ്റ് തീവണ്ടി സർവീസ് നടത്തിയിട്ടുള്ള എവിടെ മുതൽ എവിടം വരെയാണ് തേജസ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം സി ആണ്. 2, ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അടുത്തതോ ആരുടെ സ്മരണയ്ക്കായിട്ടാണ്? ചെങ്കോട്ടയിൽ അല്ലേ? ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്. ക്രാന്തി മന്ദിർ അല്ലേ? ക്രാന്തി മന്ദിർ ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനിയോ താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. നമുക്കറിയാലോ 1, 2 ഒക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ദേശീയ ജലപാത കടന്നു പോകുന്നത് നമ്മുടെ കേരളത്തിലൂടെയാണ്. സോ ഓക്കെ, അപ്പോൾ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? അത് 3 ആണ്. അടുത്തതോ 5, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? നമുക്കറിയാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും കൂടെ ചേർന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി 5ാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്തത് 6, നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്നിട്ടുള്ള സമരം അല്ലേ? നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണല്ലേ? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. 6ാമത്തെ ഉത്തരം ഏതാണ്? എ വൈക്കം സത്യാഗ്രഹം. അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, മേൽമുണ്ട് കലാപം. എന്താണ് ഈ മേൽമുണ്ട് കലാപം അല്ലേ? ഏതാണ്? മാറുമറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടല്ലേ? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് മാറുമറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ചാന്നാർ ലഹളയാണ് ഈ മേൽമുണ്ട് കലാപം എന്നറിയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ അല്ലേ? മേൽമുണ്ട് കലാപം, മാറുമറയ്ക്കൽ അല്ലെങ്കിൽ ചാന്നാർ ലഹള ഇതെല്ലാം ഒന്നാണ് അല്ലേ? അപ്പോൾ ഈ മേൽമുണ്ട് കലാപവുമായി ബന്ധപ്പെട്ട ആർക്ക് ബന്ധമില്ല? ശ്രീനാരായണ ഗുരുവിന് ബന്ധമില്ല. മറിച്ച് നമുക്ക് SNDP കേട്ടാൽ തന്നെ ശ്രീനാരായണ ധർമ്മപരിപാലനം അത് നിങ്ങൾക്കറിയാം. അതുപോലെ സർവ്വമത സമ്മേളനം അല്ലേ? ആലുവയിൽ സർവ്വമത സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് അറിയാം. അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ബന്ധമില്ലാത്തതാണ്. സോ അതെന്താണ്? ഓപ്ഷൻ എ ആണ്. 7ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്. ഇനി അടുത്തത് 8, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം മില്ലി ബാർ ആണ്. അന്തരീക്ഷം അളക്കുന്നതിനുള്ള ഏകകം എന്താണ്? മില്ലി ബാർ ആണ്. അടുത്തത് 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? 1975
ഒക്ടോബർ 2 നിലവിൽ വന്നൊരു ഏജൻസിയാണ്. ഏതാണ്? ഒക്ടോബർ 2 എഴുതിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്താണ് സർവീസസ് അല്ലേ? അതായത് ഓപ്ഷൻ ബി ICDS ആണ് അല്ലേ? അംഗനവാടികൾ വഴിയൊക്കെ ഈ നടക്കുന്ന അല്ലേ 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഏജൻസിയാണ് ഇതെന്ന് പറയുന്നത് ICDS. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ അല്ലേ? ഇത് കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്നൊരു ചോദ്യമാണ്. അത് വന്നത് എപ്പോഴാണ്? 1975 ഒക്ടോബർ 2 അത് നിലവിൽ വരുന്നത് ICDS. ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ, ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി ഏതാണ്? പുറമേ ഭൂവൽക്കമാണ് അല്ലേ? ഭൂവൽക്കം കഴിഞ്ഞാലാണ് പിന്നെ ഏതാണ്? മാൻഡിൽ, പിന്നെ പുറക്കാമ്പ്, അകക്കാമ്പൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏറ്റവും പുറമേ കാണുന്ന ഏതാണ്? പുറമേ കാണുന്ന പാളി എന്ന് പറയുന്നത് ഭൂവൽക്കമാണ്. ഓക്കെ, ഭൂവൽക്കം. 10ാമത്തെ ഉത്തരം ഡി. പനന്ന് നോക്കൂ, നല്ലൊരു താപചാലകവുമാണ്, എന്നാലോ വൈദ്യുതി ചാലകമല്ല. വൈദ്യുതി കടത്തി വിടാത്തതായിട്ടുള്ളത് ഏതാണ്? അത് സിലിക്ക, സിൽവർ, മൈക്ക. യെസ്, മൈക്കയാണ്. ഓപ്ഷൻ സി. 11ാമത്തെ ഉത്തരം എന്താണ്? സി, മൈക്ക. അടുത്തതോ, കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസ് കേട്ടോ, പ്രൊഡ്യൂസർ ഗ്യാസ് ആണത്. അടുത്തത് 13, മഴവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? മഴവെള്ളത്തിൻ്റെ pH മൂല്യം ആരെങ്കിലും 7 എഴുതിയോ അല്ലേ? 7 എഴുതിയവരുണ്ടോ? 7 എഴുതിയവരുണ്ടെങ്കിൽ തെറ്റാണ്. മഴവെള്ളത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 5.6 ആണ്. അതായത് 5 to 5. അങ്ങനെ ചിലവിടെ അങ്ങനെയും തരുന്നുണ്ട്. ഇത്ര മുതൽ ഇത്ര ഇതിനകത്താണ് pH മൂല്യം എന്ന് പറയുന്നുണ്ട്. 5.5 എന്ന് ചിലവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾ അതുമായിട്ട് അടുത്ത് വരുന്ന ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ 5.5 എന്നായിരിക്കും ഒരു പക്ഷേ. ഒരു സ്ഥലത്താണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സ്ഥലത്തും 5.6 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞ പരീക്ഷയുടെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ള 5.6 തന്നെയാണ്. കാരണം അത് റിലേറ്റ് ചെയ്തിട്ട് 5.5 എന്നില്ലല്ലോ ഇവിടെ. 5.6 ഉള്ളത്. രണ്ടും എന്തായാലും 5.5ഉം 6ഉം എന്തായാലും ഒരുമിച്ച് തരില്ല. ഓക്കെ, അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. 5.6 ആണ് മഴവെള്ളത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്. 7 എഴുതിയവരുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, ഇനിയോ, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു ഏതാണ്? കാൽസ്യം ബൈകാർബണേറ്റ് ആണ് അല്ലേ? കാൽസ്യം ബൈകാർബണേറ്റ് ആണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു എന്ന് പറയുന്നത്. ലാസ്റ്റ് 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏതാണ്? മെർക്കുറി, ഗ്രാഫൈറ്റ്, എബണൈറ്റ്, സിൽവർ. ഏതാണ്? നമുക്കറിയാം സിൽവറാണ്. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏതാണ്? അത് സിൽവറാണ്. സോ 15 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ എൽപിയുടെ 2020 കഴിഞ്ഞ പരീക്ഷയുടെ ആണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തത്. അതിനകത്ത് 15 ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മിക്സഡ് ആയിട്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മോഡൽ പരീക്ഷ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 9747886626 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ വേറെ മോക്ക് ടെസ്റ്റ് എന്തായാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി 2020 തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യാം. ഇതിൽ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തായാലും കാണാം. താങ്ക്